പുഴുങ്ങുകയോ പാകം ചെയ്തയോ ചെയ്ത കപ്പക്കിഴങ്ങ് അഥവാ ചീനിക്കിഴങ്ങ് കിട്ടിയാൽ കഴിക്കാത്ത മലയാളി ഉണ്ടാകത്തില്ലല്ലേ. നമുക്ക് അത്രത്തോളം ഇഷ്ടവുമാണ്, നോസ്റ്റാൾജിയുമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. കപ്പക്കിഴങ്ങ് കഴിക്കുന്ന സമയത്ത് അവയുടെ തൊലി അബദ്ധത്തിനെങ്കിലും ഉള്ളിൽ പോയി കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന്. അത്രയും പ്രശ്നമൊക്കെ ഈ കപ്പക്കിഴങ്ങിന്റെ തൊലി ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. അതിന് അദ്ദേഹം പറയുന്ന ഒരു കാരണം, ഈ കപ്പക്കിഴങ്ങിന്റെ തൊലിയും ഇലകളും എല്ലാം ഇപ്പോൾ കന്നുകാലികൾ കഴിച്ചു കഴിഞ്ഞാൽ അവ മയങ്ങി വീഴുന്നു, ചത്തുപോകുന്നു എന്നൊക്കെ ഉള്ളതാണ്. ശരിയാണ്. കപ്പയുടെ ഈ ഇലകളിലെല്ലാം തന്നെ ഒരു വിഷപദാർത്ഥം അടങ്ങിയിട്ടുണ്ട്. അത് തന്നെ കപ്പക്കിഴങ്ങിന്റെ തൊലിയിലും അടങ്ങിയിട്ടുണ്ട്, കപ്പക്കിഴങ്ങിനകത്തും അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇത് കഴിക്കുമ്പോൾ നമുക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. കാരണം നമ്മളിത് പാകം ചെയ്യുന്ന രീതിയാണ് ഏറ്റവും വലിയ പ്രത്യേകത. കപ്പക്കിഴങ്ങിനകത്ത് ഹൈഡ്രജൻ സയനൈഡ് എന്ന് വിളിക്കുന്ന ഒരു രാസവസ്തു അടങ്ങിയിട്ടുണ്ട്, ലിനമാരൻ എന്ന് വിളിക്കുന്ന ഒരു രാസവസ്തു അടങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും നമ്മുടെ ശരീരത്തിന് കേടാണ്. നമ്മൾ മരണപ്പെടുകയൊന്നുമില്ല. ഇത് നമ്മുടെ പാങ്ക്രിയാസിന്, നമ്മുടെ ഇൻസുലിൻ മെറ്റബോളിസത്തിന് വ്യത്യാസം ഉണ്ടാക്കും. ഇവ കൂടുതലായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിൽ അമിതവണ്ണം ഉണ്ടാകുന്നതിനും നിങ്ങൾക്ക് പ്രമേഹ രോഗ ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യുന്നതിനും ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഫാറ്റി ലിവർ പോലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നതിനും കാരണമാകും എന്ന് കരുതി കപ്പക്കിഴങ്ങ് കഴിക്കാതിരിക്കേണ്ട കാര്യമില്ല. ഇത് പാകം ചെയ്യുന്ന രീതിയാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് കപ്പക്കിഴങ്ങിന് വേണ്ടി വെള്ളം ആദ്യം തിളപ്പിക്കുക. തിളച്ചു വരുന്ന വെള്ളത്തിനകത്ത് നമ്മൾ അരി കഴുകിയിടുന്നത് പോലെ കപ്പക്കിഴങ്ങ് വെട്ടി അരിഞ്ഞ് തൊലി കളഞ്ഞിട്ട് കഴുകിയിടുക. ഈ കഴുകിയിട്ട് ഒന്ന് തിളച്ചു കഴിയുമ്പോൾ ഇതിനകത്തുള്ള ഈ ഹൈഡ്രജൻ സയനൈഡും ലിനമാരനും വെള്ളത്തിൽ അരിഞ്ഞ് ഹൈഡ്രോസൈനിക് ആസിഡ് ആയിട്ട് നഷ്ടപ്പെട്ടു പോകും. നമ്മൾ ഈ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം വേണം ഇത് കഴിക്കാൻ. 90% രാസവസ്തുക്കൾ ഇങ്ങനെ നഷ്ടപ്പെട്ടിരുന്നാലും ബാക്കിയുള്ള ഒരു 10% ഈ രാസവസ്തുവിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കപ്പക്കിഴങ്ങ് നമ്മൾ കഴിക്കേണ്ടത് ഇറച്ചി, മീന്, മുട്ട പോലുള്ള പ്രോട്ടീനുകളോടൊപ്പം ചേർത്ത് കഴിക്കുക. പ്രോട്ടീനുകളോടൊപ്പം ചേർത്ത് കഴിക്കുമ്പോൾ ഈ രാസവസ്തുക്കൾ പൂർണ്ണമായും നിർവീര്യമാകും. ഇനി നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ പയറ്, കടല, പരിപ്പ് എന്നിവയ്ക്കൊപ്പം നിങ്ങൾ ഈ കപ്പക്കിഴങ്ങ് കഴിച്ചോളൂ. രുചികരമായി, ആസ്വാദ്യകരമായി, ശരീരത്തിന് നല്ല രീതിക്ക് ധൈര്യമായിട്ട് ആസ്വദിച്ചോളൂ.